അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 200 ആയത്ത് വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ومنهم من يقول വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കാൻ ശ്രദ്ധിക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദ്ഹാറിൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഹാ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കുക. വമിൻഹും എന്ന് പറഞ്ഞിട്ട് അവിടെ ഓതരുത്, മണിക്കരുത്. വമിൻഹും മൻ യഖൂൽ അതുപോലെ മണിക്കാതെ ഓതാൻ ശ്രദ്ധിക്കുക. മീം സാക്കിനയ്ക്ക് ശേഷം മീം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇദ്ഗാം ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇദ്ഗാം. സുക്കൂനായ മീമിനെ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ച് ഒന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക. വമിൻഹും മൻ യഖൂൽ. ഇനി നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. അപ്പോൾ നൂൻ സാക്കിനയെ യായിലേക്ക് ലയിപ്പിക്കുക, ഒന്നയോടുകൂടി ഓതും ചെയ്യുക. മൻ യഖൂലു നൂനിൻ്റെ സൗണ്ടിനെ നമ്മൾ പൂർണ്ണമായിട്ടും യായിലേക്ക് ചേർത്ത് കൊടുക്കുക. മൻ യഖൂലു റബ്ബനാ ആതിനാ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. വാവ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. റോ ഫതഹയാണല്ലോ, അപ്പോൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റോ എന്നുള്ള സൗണ്ട് കൊടുക്കുക. നൂനിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസ വന്നു. മദ് ജായിസ് മുൻഫസിലാണ്, 2 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ. ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂനിൻ്റെ കൂടെയും അലിഫ് മദ് വന്നിട്ടുണ്ട്, അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക. ഫ കൂടെ വന്നിട്ടുള്ള യാ മദ്ദിനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. ഫിദ്ദുനിയാ ഹസന. യാ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് പുറപ്പെടുന്നത്. സൗണ്ടിനെ വ്യക്തമാക്കി ഉച്ചരിക്കുക. ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക, ഹ നായി പോകരുത്. ഹസനതൻ വഫിൽ ആഖിറ. ത ഫതഹ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള വാവ് വന്നു. തെൻവീനിലുള്ള നൂനിനെ വാവിലേക്ക് ലയിപ്പിച്ച് ഒന്നയോടുകൂടി ഓതിക്കൊടുക്കുക. ഹസനതൻ വഫിൽ ആഖിറ അതുപോലെ ഓതുക. ഫ കൂടെ വന്നിട്ടുള്ള യാമദ്ദിനെ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഹംസത്തുൽ വസ്ൽ വന്നതുകൊണ്ട് മദ്ദിനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് കെസ്റയാവുന്ന സമയത്ത് നമ്മുടെ നാവിൻ്റെ ബാക്ക് നമുക്ക് നന്നായിട്ട് മുകളിലേക്ക് പൊക്കാൻ കഴിയില്ല. അപ്പോൾ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കാൻ ശ്രദ്ധിക്കുക. വഫിൽ ആഖിറതി. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റോ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഹസനതൻ വഖിനാ. ഹ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു തന്നെ കൊണ്ടുവരാം. താക്ക് ഫതഹ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള വാവ് വന്നു. തെൻവീനിലുള്ള നൂനിനെ വാവിലേക്ക് ലയിപ്പിച്ച് ഒന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക. ഹസനതൻ വഖിനാ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. കെസ്റയാവുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് തഫ്രീം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കുക. വഖീനാ ഖാഫിൻ്റെ സൗണ്ട് തന്നെ കൊടുക്കുക. നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അദാബന്നാർ. അതിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കുക. മഖ്റജ് വരുന്നത് വസത്തുൽ ഹൽഖാണ്, തൊണ്ടയുടെ മധ്യഭാഗം. സൗണ്ട് ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അദാബന്നാർ. നൂനിന് ശ്രദ്ധ വന്നു, അക്ഷരമുള്ള ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ഇനി അവസാനത്തിൽ മദ് ആല് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 4 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ വല്ലാഹു സരീഉൽ ഹിസാബ്.
ഉലൈക ലഹും. ഇവിടെ ഒരു വാവ് സുക്കൂനിനെ കാണാനുണ്ട് അല്ലേ. ഇത് ഹർഫു സായിദയാണ് കേട്ടോ, ഒഴിവാക്കേണ്ട ഹർഫാണ്, റസ്മിൽ മാത്രം കാണുന്നതാണ്, അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ട. ലാമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിലാണ്. 4 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കുക കേട്ടോ. ഉലൈക ലഹും നസീബും മിമ്മാ. മീം സാക്കിനയ്ക്ക് ശേഷം ബാ മീം ഒഴിച്ചിട്ടുള്ള ഏതക്ഷരം വന്നാലും മീം സാക്കിനെ നമ്മൾ വ്യക്തമാക്കി മണിക്കാതെ ഓതിക്കൊടുക്കണം കേട്ടോ. ഇഗോഹർ ഷഫവി, മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇഗോഹർ. ലഹും നസീബ് എന്ന് പറഞ്ഞിട്ട് അവിടെ മണിച്ചിട്ട് ഓതരുത്. ലഹും നസീബും മിമ്മാ. സ്വാദ് ഇസ്തിഅലാഇൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ ഇത്ബാക്കിൻ്റെ അക്ഷരങ്ങൾക്ക് കെസ്റയാണെങ്കിലും നമുക്ക് നമ്മുടെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തർഫീം ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നസീബും മിമ്മാ. ബാക്ക് വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള മീം വന്നു. തെൻവീനിലുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിച്ച ഒന്നയോടുകൂടി ഒതുക്കൊടുക്കുക. മീമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. അക്ഷരമുള്ള ഉന്നനാണ്, നന്നായിട്ട് മണിക്കുക കേട്ടോ. മിമ്മാ കസബു. കാഫ് ചിരിക്കുമ്പോൾ കുറച്ചൊന്ന് ചിരിച്ചു കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്ക് അവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുമ്പോൾ 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. വല്ലാഹു സരീഉൽ ഹിസാബ്. വാവ് ചിരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേ അക്ഷരത്തിന് ഫതഹ് വന്നതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിൽ ലാമിനെ നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. വവ്വാഹു. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. അക്സൽ ഹൽക്കിൽ നിന്നും പുറപ്പെടുന്ന ഹ ആണത്. അപ്പോൾ അതിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക. ഹംസയുടെ സൗണ്ടായി പോവാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. വവ്വാഹു സരീഉൽ ഹിസാബ്. റാക്ക് കെസ്റയാണ്. രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക. യാമദ്ദും വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അയനിൻ്റെ മഹ്റജ് വരുന്നത് വസത്തുൽ ഹൽക്കാണ്, തൊണ്ടയുടെ മധ്യഭാഗം. സൗണ്ടിന് ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. സരീഉൽ, അയനിൻ്റെ സൗണ്ട് തന്നെ കൊടുക്കുക. സരീഉൽ ഹിസാബ്. ഹ മഹ്റജ് വരുന്നത് വസത്തുൽ ഹൽക്ക് തന്നെയാണ്, തൊണ്ടയുടെ മധ്യഭാഗം. സൗണ്ടിനെ ക്ലിയർ ആക്കി തന്നെ കൊടുക്കുക കേട്ടോ. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അവസാനത്തിൽ മദ് ആരിൽ സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 4 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. വല്ലാഹു സരീഉൽ ഹിസാബ്. അതുപോലെ വഖഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.